വേറൊരു വീഡിയോയിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും മനസ്സിലായി കാണും, ഇത് അവോക്കാഡോയാണ്. നമ്മുടെ നാട്ടിൽ വളരെയധികം വളരുന്ന ഒരു സാധനമാണിത്. പക്ഷെ പലപ്പോഴും നമ്മൾ യാതൊരു യൂസും ഇല്ലാതെ നമുക്കാകെ അറിയാവുന്നത് മിൽക്ക് ഷേക്ക് അടിച്ചു കുടിക്കുക എന്നുള്ളതാണ്. എന്നാൽ വേറെ പല ഗുണങ്ങളും ഇതിനുണ്ട്. അപ്പോൾ ഇവിടെ വില കുറവിന് കിട്ടുമ്പോൾ ഞാൻ മേടിച്ച് വയ്ക്കും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ മേടിച്ചത് അത്രയും അങ്ങോട്ട് മെച്ചമായില്ല. കാരണം ഈ അവോക്കാഡോയിൽ ഓയിലുണ്ട്. അപ്പോൾ നമുക്കത് സ്കിന്നിനായാലും ഹെയറിനായാലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അതായത് നമ്മുടെ വെളിച്ചെണ്ണ ക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അപ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് അതിന്. ഗുണം പോരാന്ന് പറയാനുള്ള കാരണം, നമ്മൾ തേങ്ങയുണ്ടല്ലോ, ചില തേങ്ങയിൽ നല്ല ഓയിലുണ്ടാവും, ചില ഇതിലുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ അവോക്കാഡോയിൽ നല്ല അവോക്കാഡോ മേടിക്കണം. അതിന് വില കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ ഇത് വളരെ വില കുറവ് കിട്ടിയ കാരണമാണ് ഞാൻ പോയി വാങ്ങിയത്. അപ്പോൾ വില കൂടിയിട്ടുള്ള അവോക്കാഡോ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ഉണക്കി വരുമ്പോൾ അതിൽ ശരിക്കും ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് ഇങ്ങനെ ആ പാത്രത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അവോക്കാഡോ ഓയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് പഴുത്ത അവോക്കാഡോ എടുത്തിട്ട് അത് സ്കൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മളത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചൂടാക്കി വന്നപ്പോൾ അതിലൊട്ടും ഓയിൽ ഉണ്ടായിരുന്നില്ല, ഓയിലൊട്ടും തെളിഞ്ഞ് വന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം അതിൽ നിന്ന് എടുക്കാനുള്ള നല്ല അതിൻ്റെ സത്ത് നമ്മൾ എടുക്കാനായിട്ട് കോക്കനട്ട് ഓയിലിൽ നന്നായിട്ട്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ നന്നായിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക. നമ്മൾ കോക്കനട്ട് എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മൾ ചെയ്യില്ലേ, അതുപോലെ തന്നെ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഞാനൊരു 4 അവോക്കാഡോ എടുത്തു. എന്നിട്ടും എനിക്ക് 50 ml ആണ് എനിക്ക് ഈ ഓയിൽ ഇതിൽ നിന്ന് കിട്ടിയത്. പക്ഷേ നല്ല അവോക്കാഡോ ആണെങ്കിൽ നമ്മൾ വേറൊരു ടൈപ്പും ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഈ അവോക്കാഡോയിൽ നിന്ന് തന്നെ അത് നന്നായിട്ട് വരണ്ട് വരുമ്പോൾ അതിലിങ്ങനെ ഓയിൽ തെളിഞ്ഞു വരും. അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇനി പിഴിഞ്ഞെടുത്ത ശേഷം ബാക്കി വരുന്ന കൊറ്റൻ കളയരുത്. നമുക്ക് ഹെയർ മാസ്ക് ആയിട്ട്, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട്, അതുപോലെ ബോഡിയിൽ ഇപ്പോൾ ചിലവർക്ക് ഈ എക്സിമ പോലത്തെയൊക്കെ ഉള്ള സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് പതുക്കെ ബോഡിയിൽ റബ്ബ് ചെയ്ത് ഈ സാധനം അത് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതുപോലെ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര നല്ലൊരു നട്ടി സ്മെല്ലാണ് ഇതിന്. ഞാൻ എൻ്റെ സ്കിൻ കെയറിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് ഈ അവോക്കാഡോ ഓയിൽ. ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ചെറുത് മതിയല്ലോ, ഇപ്പോൾ 50 ml കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ 1 ml 2 ml ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഉണക്കി എടുത്ത് വെക്കും. കണ്ടോ, ഇതിപ്പോൾ ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിലില്ല സത്യം പറഞ്ഞാൽ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഓയിൽ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ വരും നമ്മുടെ കൈമേലേക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോക്കനട്ടിന് പകരം, ഇപ്പോൾ അവോക്കാഡോ നമ്മുടെ നാട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. കുക്കിങ്ങിനായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഹൈ ഇതിൽ നമുക്ക് ഹീറ്റ് സെൻസിറ്റീവ് അല്ല. അപ്പോൾ അയഡിൻ 100ന് താഴെയാണ്, 67, 68 വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്യാം, സാലഡിന് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഇത് ഉണക്കിയെടുത്ത് വയ്ക്കണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ഹെയർ മാസ്ക് ഞാൻ ഉണ്ടാക്കി വയ്ക്കും. ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാനിതുപോലെ ബനാന, അവോക്കാഡോ, അതുപോലെ ഹെയറിന് ആവശ്യമുള്ള ഓയിലുകൾ ഒരു പ്രത്യേക റേഷ്യോയിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ല ഗ്രോത്തിന് ഹെൽപ്പായത് അവോക്കാഡോ ഓയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവോക്കാഡോ ശരിക്കും ഹെയർ ഗ്രോത്തിനല്ല ഹെൽപ്പ് ചെയ്യുന്നത്, ഹെയറിൻ്റെ ഷൈനിങ്ങിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ സ്കാൽപ്പൊക്കെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ അവോക്കാഡോ ഓയിലായാലും ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെയറിനെ നമ്മൾ ഇത് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക. അതിൽ പൊട്ടാസ്യം, മാഗ്നീഷ്യം. അപ്പോൾ നമ്മൾ ഈവൻ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സിൽക്കി ടെക്സ്ചർ നമ്മുടെ മുടിക്ക് വരും. ഇതിൽ നമ്മൾ റോസ്മേരി ഓയിൽ, മിനോക്സിഡിൽ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ആകുന്നത്. അതാണ് പല റിസർച്ചുകളും കാണിക്കുന്നത്, ഈ റോസ്മേരി ഓയിലാണ് അതുള്ളത്. അപ്പം നമ്മൾ ഇതിലേക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹെയർ മാസ്ക് ഉണ്ടാക്കുമ്പോൾ റോസ്മേരി ഓയിലിൽ നമുക്ക് ഉണ്ടാക്കാം, റോസ്മേരി വാട്ടറിൽ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ അതും ഭയങ്കര യൂസ്ഫുൾ ആണ്. സ്കിന്നിനെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയല്ലോ, ആ ഓയിൽ നമ്മൾ ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമിൽ മിക്സ് ചെയ്തിട്ട്, നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിമ അതുപോലെയുള്ള കാര്യങ്ങളുള്ളവർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മോയ്സ്ചറൈസറായിട്ട് അത് നിൽക്കും. അതുപോലെ ബാത്ത് കഴിയുമ്പോഴായാലും നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്, വളരെ ചെറിയ ക്വാണ്ടിറ്റി. പിന്നെ അലോവേര വെച്ചിട്ട് നമ്മളൊരു ജെൽ ഉണ്ടാക്കി, ആ ജെല്ലിലായാലും ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഉണ്ട്, അതിലും ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ മിനോക്സിഡിൽ എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് നമ്മൾ സ്കാൽപ്പിൽ പിന്നെ അത് വാഷ് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തി ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഈ ജെല്ലിൽ വേണമെങ്കിൽ നമുക്ക് ഈ അവോക്കാഡോ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എൻ്റെ മുടിയല്ല, ഇത് എൻ്റെ പുത്രൻ്റെ മുടിയിലാണ് എൻ്റെ പരീക്ഷണങ്ങൾ മുഴുവൻ. അപ്പോൾ അവൻ്റെ ഹെയർ ആണത്. അപ്പോൾ നല്ല
നല്ല സിൽക്കി ആയിട്ട് വരും ഹെയർ. നമുക്ക് അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ ഷാമ്പു ഇട്ട് കഴിയുമ്പോൾ, ആ ഒരു ഇതുണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അവോക്കാഡോയുള്ള ഒത്തിരി വീടുകളുണ്ടെന്ന് എനിക്കറിയാം, ആരും ഇത് യൂസ് ചെയ്യാറില്ല. ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിന്. നമുക്ക് ഈവൻ മാർക്കറ്റിൽ ഓയിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ ഒറിജിനൽ ഓയിൽ കിട്ടാനായിട്ട്. അതുപോലെ ഈ ഹെയർ മാസ്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ സൂക്ഷിക്കുകയും ചെയ്യാം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നല്ല പഴുത്ത അവോക്കാഡോ കിട്ടുവാണെങ്കിൽ നിങ്ങളത് സ്മാഷ് ചെയ്ത് നന്നായിട്ട് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.